കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശനെ പഠിപ്പിച്ചിട്ടില്ലേ? ഏത് ക്ലാസ്സിലാണ് പഠിപ്പിച്ചത്? 4ാം ക്ലാസ്. 4ാം ക്ലാസ്സില്. എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ അല്ലേ? ആണോ? നല്ല പഠിക്കുമായിരുന്നോ? അസലായിട്ട് പഠിക്കും. സതീശൻ വരുമോ? എനിക്ക് മോനെ കാണാൻ കൊതിയുണ്ട്. ഭാഗ്യം എനിക്കുണ്ടായിരുന്നു. തിരക്കുകൾക്കിടയിലും തന്നെ കാണാമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച പ്രൈമറി ക്ലാസ്സിലെ ടീച്ചറുടെ കാല് തൊട്ട് വന്ന് ചന്ദ്രൻ തേടി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഇന്ന് ഉച്ചയ്ക്കാണ് മുഖ്യമന്ത്രി എറണാകുളം മരട് മംഗലപ്പള്ളിയിലെ ഭാർഗവിയമ്മ ടീച്ചറുടെ വീട്ടിലെത്തിയത്. നിയമസഭയിൽ ഭരണപക്ഷത്തെ വിറപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും വാർത്താ സമ്മേളനങ്ങളിലെ മൂർച്ചയേറിയ വാക്കുകളാൽ എതിരാളികളെ പ്രതിരോധത്തിലാക്കുമ്പോഴും നമ്മൾ കാണുന്ന ഒരു വി.ഡി. സതീശനുണ്ട്. കണിശക്കാരനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ്. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഈ അടുത്ത് വൈറലായിട്ടുള്ള ഈ ഒരു കാഴ്ച കണ്ടോ? വർഷങ്ങൾക്ക് മുൻപ് തന്നെ 4ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഭാർഗവി ടീച്ചറുടെ അനുഗ്രഹം വാങ്ങാൻ വേണ്ടിയിട്ട് ആ പഴയ ക്ലാസ്സുകാരൻ ഓടിയെത്തിയ ഒരു നിമിഷം. നല്ലോണം പഠിക്കുമെങ്കിലും പണ്ട് വികൃതിയായിരുന്നു. ടീച്ചറുടെ കയ്യിൽ നിന്ന് നല്ല അടിയും കിട്ടിയിട്ടുണ്ട് എന്ന് ചിരിച്ചുകൊണ്ട് ഓർത്തെടുക്കുന്ന ആ ഒരു പഴയ വിദ്യാർത്ഥി. അതേ അക്ഷരമുറ്റത്തെ ആ പഴയ 4ാം ക്ലാസ്സുകാരനിൽ നിന്ന് ഇന്ന് കേരള രാഷ്ട്രീയത്തിന്റെ മുൻനിര പോരാളിയായി UDFന്റെ പവർ ഹൗസ് ആയിട്ട് അദ്ദേഹം മാറിയത് എങ്ങനെയാണ് എന്നല്ലേ? എന്തായാലും വീഡിയോ കണ്ട് നമ്മുടെയൊക്കെ എല്ലാം മനസ്സ് നിറഞ്ഞു അല്ലേ? നമ്മുടെ ഭാർഗവി ടീച്ചറിന്റെ ആ പഴയ 4ാം ക്ലാസ്സുകാരന് ഇന്ന് നിയമസഭയിലെ ജനങ്ങളുടെ ശബ്ദമായിട്ട് മാറിയതിന് പിന്നിലെ കൃത്യമായിട്ട് ചില കാരണങ്ങളുണ്ട്. വെറുമൊരു രാഷ്ട്രീയക്കാരൻ എന്നതിനപ്പുറം സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ചെയ്തതും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണാതെ പോകരുത്. കോവിഡിന്റെ മഹാമാരി കാലത്ത് അതിജീവനം പദ്ധതി അദ്ദേഹം ഉണ്ടാക്കിയപ്പോൾ, അതായത് കോവിഡ് മഹാമാരിയിലെ ജനങ്ങൾ അന്ന് ലോക്ക്ഡൌണിൽ കുടുങ്ങി ശ്വാസം മുട്ടി നിന്ന ഒരു സമയമുണ്ടായിരുന്നു. തന്റെ മണ്ഡലമായിട്ടുള്ള പരവൂരിലെ വി.ഡി. സതീശൻ നടപ്പിലാക്കിയ അതിജീവനം പദ്ധതി വലിയ മാതൃക തന്നെയായിരുന്നു. സൗജന്യമായിട്ട് ഓക്സിജൻ സിലിണ്ടറുകൾ, മരുന്നുകൾ, ആംബുലൻസ് സർവീസുകൾ എന്നിവ വേണ്ടാതെ ജനങ്ങൾക്ക് ഭക്ഷണ പൊതികൾ, ഇതൊക്കെ അദ്ദേഹം തന്റെ നേതൃത്വത്തിലാണ് ജനങ്ങളിലേക്ക് എത്തിച്ചത്. ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിൽക്കുന്നവനാകണമെന്ന് അദ്ദേഹം അന്ന് തന്നെയാണ് തെളിയിച്ചു. അതുമാത്രമല്ല, കഴിഞ്ഞ കുറച്ചു കാലങ്ങളിലായിട്ട് കേരളത്തെ പിടിച്ചുകുലുക്കിയ പല ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും അഴിമതികൾക്കെതിരെയും മുൻപന്തിയിൽ നിന്നതും വി.ഡി. സതീശനാണ്. ജനങ്ങളുടെ പോക്കറ്റ് അടിക്കുന്ന AI ക്യാമറ അഴിമതി, സാധാരണക്കാരുടെ ഭൂമിയും സ്വപ്നങ്ങളും തകർക്കുമായിരുന്ന കേരയിൽ പദ്ധതിയും ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടിയതും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെയാണ്. ജനങ്ങളുടെ നികുതി പണം ദൂർത്തടിക്കുന്നതിനെതിരെ കൃത്യമായിട്ടുള്ള രേഖകളോടെയാണ് അദ്ദേഹം അന്ന് പോരാടിയത്. അതുമാത്രവുമല്ല, 2018 പ്രളയത്തിലെ പറവൂർ മണ്ഡലം പൂർണ്ണമായിട്ട് തകർന്നടിച്ചപ്പോൾ ജനങ്ങളെ കൈവിടാതെ അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു പദ്ധതിയായിരുന്നു പുനർജനി പദ്ധതി. അതായത് വീട് നഷ്ടപ്പെട്ട 100 കണക്കിന് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് പുതിയ വീടുകൾ നിർമ്മിച്ചു നൽകാനും തകർന്നിരിക്കുന്ന ജീവനുകളെ തിരികെ പിടിക്കാനും ഈ പദ്ധതിയിലൂടെ അദ്ദേഹത്തിന് സാധിച്ചു. നിയമസഭയിൽ വെറുതെ ഒരു ബഹളം ഉണ്ടാക്കുകയല്ല അദ്ദേഹം ചെയ്തത്. അതായത് അന്ന് പ്രതിപക്ഷത്തിന്റെ ജോലി എന്ന് നമ്മൾ സാധാരണ കേൾക്കുമ്പോൾ ഇതാണല്ലോ തോന്നുന്നത്. എന്നാൽ അദ്ദേഹം അന്ന് കാണിച്ചിരുന്നത് ജനങ്ങളെ ബാധിക്കുന്ന വിലക്കയറ്റം, തൊഴിലില്ലായ്മ, പെൻഷൻ മുടങ്ങുന്ന അവസ്ഥ എന്നിവയിലെല്ലാം നിയമസഭയുടെ മേശപ്പുറത്ത് കൃത്യമായിട്ടുള്ള കണക്കുകളോടെയാണ് അദ്ദേഹം ഉന്നയിച്ചതും. അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ട് സാധാരണക്കാർക്ക് ആശ്രയിക്കാവുന്ന ഒരു ശബ്ദമായിട്ട് മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും വെറും ഒരു രാഷ്ട്രീയ പ്രസംഗങ്ങൾക്കപ്പുറം തന്നെ നാളത്തെ കേരളത്തിലെ തലമുറയ്ക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് കൃത്യമായ വിഷൻ കൂടിയുണ്ട് ഈ ഒരു നേതാവിന്. അതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഇത്തവണത്തെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ഈ ഒരു വമ്പൻ പ്രോജക്റ്റ്. പല പ്രോജക്റ്റുകളും അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതിൽ വിട്ടുപോയ ഒരു പ്രോജക്റ്റ് ആണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ആർക്കിടെക്ചർ, അതായത് ഡിസൈൻ മേഖലകളിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കോഴ്സുകളും വിപുലമായിട്ടുള്ള ഗവേഷണങ്ങളും നാട്ടിൽ തന്നെ സാധ്യമാക്കാൻ പോകുന്ന ആർക്കിടെക്ചർ സെന്റർ ഓഫ് എക്സലൻസ് തുടക്കത്തിൽ തന്നെ 2 കോടി രൂപ ഇതിനായി മാറ്റി വെച്ചിട്ടുണ്ട്. PPP ഒരു സബ്ജക്ട് തുടങ്ങാറ്, ഗവൺമെന്റും ആർക്കിടെക്ചേഴ്സിന്റെ അവരുടെ ഒരു PPP സംരംഭം തുടങ്ങാറ്. അവിടെ BTech തുടങ്ങും, MTech കൊടുക്കും. എൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്, നമ്മുടെ ഡിസൈൻസ് ശ്രദ്ധിച്ചാൽ നമ്മുടെ ഡിസൈൻസ് വളരെ മോശമാണ്. സ്കൂളും ആശുപത്രിയും അംഗൻവാടി എല്ലാം കണ്ട് ഒരേപോലെ ഇരിക്കും, ഇല്ലേ? സ്റ്റേറ്റിനൊരു ഡിസൈൻ ഉണ്ടാകണം. അപ്പോൾ നമ്മുടെ എഞ്ചിനീയേഴ്സിനെ, നമ്മുടെ ആർക്കിടെക്ട്സിനെ ഈ ഇത്രയും വലിയൊരു സെൻറ്റർ ഓഫ് എക്സലൻസിൽ പറഞ്ഞു വിട്ട് അവർക്ക് ഓറിയൻറ്റേഷൻ, അതുകൂടിയാണ് എഴുതിയിട്ടുണ്ട് ഇതിനകത്ത്, ഓറിയൻറ്റേഷൻ കോഴ്സ് നടത്തണം. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടി ഉണ്ടായതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? വേറെ ഒരെണ്ണമുണ്ട്, എനിക്കറിയാം. വേറെ ഒരെണ്ണമുണ്ട്, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടി ഉണ്ടായതുകൊണ്ട് എന്താ കുഴപ്പം? ഒരു ആർക്കിടെക്ട്സിനും ഡിസൈൻ, ഇപ്പോൾ ഇവിടെ ആർക്കിടെക്ട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, എനിക്കറിയാം. CET-ലുണ്ട്, വേറെ കൊല്ലത്തല്ലേ ഒരെണ്ണമുണ്ട്. ഉണ്ട്. ഇത് വേറൊരു സ്ഥാപനം തുടങ്ങാൻ പാടില്ലേ? അത് മതിയോ? പോരാന്ന് ഞങ്ങൾക്ക് തോന്നിയതുകൊണ്ടാണ്. അതുപോലെ 2 ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട്സ് വന്നു കഴിഞ്ഞാൽ എന്താ കുഴപ്പം? കൂടുതൽ കുട്ടികൾക്ക് അവസരം കിട്ടില്ലേ? എന്തിനാ ഈ പിള്ളേരെ കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ജർമ്മനിയിലേക്കും വിടുന്നത് വിചാരിച്ചിട്ടാ? ഒരു സെന്റർ ഓഫ് എക്സലൻസ് വന്നാൽ ഇവിടുത്തെ കുട്ടികൾ മാത്രമല്ല, ഔട്ട് ഓഫ് സ്റ്റേറ്റ് കുട്ടികൾ വരും.
അവർ കർണാടകത്തിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും ഒക്കെ കാനഡയിലേക്ക് ഓസ്ട്രേലിയയിലേക്ക് പോകുന്ന കുട്ടികൾ വന്നിട്ട് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്ന് പഠിക്കും. വേണ്ടേ? ഞങ്ങൾ സ്റ്റുഡൻറ് ഡൈവേഴ്സിറ്റിയെ കുറിച്ച് പറഞ്ഞ കണ്ട, ഹാർവാർഡിൽ 100 രാജ്യങ്ങളിലെ കുട്ടികളെ പഠിക്കുന്നുണ്ട്. JNUവിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് വെറുതെ ഞാൻ വന്ന് പറഞ്ഞതല്ല. ഇതൊക്കെ കഴിഞ്ഞ 2 വർഷമായി കഠിനാധ്വാനം നടത്തി, അക്കാഡമീഷ്യൻസിനെ വെച്ച് എഡ്യൂക്കേഷൻ കോൺക്ലേവ് നടത്തി, എഡ്യൂക്കേഷൻ ഡോക്യുമെന്റ് തയ്യാറാക്കി, അത് ഞങ്ങൾ വന്നാൽ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ട് കൊണ്ടുവന്നാണ്. അത്ര ആത്മാർത്ഥതയാണ് ഈ കാര്യത്തിലേക്കുള്ളത്. ആ പറഞ്ഞ പദ്ധതികളെല്ലാം പുതിയുഗ യാത്രയിലും തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിലും പിന്നെ ഈ ഡോക്യുമെന്റ് വെച്ചപ്പോഴൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. കുറെ കൂടെ വിശദമായി പഠിച്ചു. അതിൻ്റെ ഫിനാൻഷ്യൽ ലയബിലിറ്റി, അതിൻ്റെ പോസിബിലിറ്റീസ്, അതിനെക്കുറിച്ചുള്ള വിശദമായ പഠനം നടത്തി ഇത്രയും ചെയ്തതാണ്. ഇത്രയും മതി. കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്ന ഈ ഒരു സ്ഥാപനം ഇവിടുത്തെ യുവാക്കളുടെ തൊഴിൽ സാധ്യതകളെ മറ്റൊരു ലെവലിലേക്ക് എത്തിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ റോഡുകളുടെയും പൊതുമരാമത്ത് മേഖലകളുടെയും ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്താൻ ഒരു പ്രത്യേക റോഡ് ആർക്കിടെക്ചർ വീണ്ടും രൂപീകരിക്കാൻ പോവുകയാണ് അദ്ദേഹം. നാടിന്റെ വികസനത്തിന് വ്യക്തമായിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ കാണിച്ചു തരിക കൂടിയാണ് അദ്ദേഹം വീണ്ടും തെളിയിക്കുന്നത്. എന്നാൽ വെറും വികസനം മാത്രമല്ല, നമ്മുടെ നാളത്തെ തലമുറയെ കാർന്നു തിന്നുന്ന ലഹരി മാഫിയക്കെതിരെയും വിട്ടുവീഴ്ചയില്ലാത്ത ഒരു യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ഒരു സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഓപ്പറേഷൻ തൂഫാൻ എന്നുള്ള സംഭവം അല്ലെ. നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ നേരിട്ട് ഉദ്ഘാടനം ചെയ്ത ഓപ്പറേഷൻ തൂഫാൻ, അതായത് ദ നാർക്കോ ഹണ്ട് എന്ന് പറയും. കേരളത്തിലെ യുവതലമുറയെ തകർക്കാൻ നോക്കുന്ന മയക്കുമരുന്ന് മാഫിയകളുടെ വരവ് വേരിറക്കാൻ പോലീസും എക്സൈസും വിദ്യാഭ്യാസം തുടങ്ങിയ വകുപ്പുകളെ ഒന്നിച്ചു നിർത്തിക്കൊണ്ടുള്ള ഒരു വമ്പൻ ജനകീയ പ്രതിരോധമാണിത്. കേവലം പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങാതെ ഇത്തവണത്തെ ബഡ്ജറ്റിലെ ഓപ്പറേഷൻ തൂഫാനായിട്ട് മാത്രം 10 കോടി രൂപയാണ് സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത്. ഡ്രോൺ നിരീക്ഷണവും വാട്സ്ആപ്പ് ചാറ്റ് ബോട്ടുകളും ചെക്ക് പോസ്റ്റുകളിലെ AI ക്യാമറകളും എക്സ്റേ സ്കാനിംഗ് മെഷീനുകൾ വരെ ഉപയോഗിച്ച് ഈ മാഫിയ കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കാനാണ് ഈ ഒരു പദ്ധതി. എന്നാലും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആഭ്യന്തര വകുപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം. കേരളത്തിലെ ക്യാമ്പസുകളെയും വിദ്യാലയങ്ങളെയും ലഹരി മുക്തമാക്കാൻ VD സതീശൻ എന്ന ഭരണാധികാരി കാണിക്കുന്ന ഈ ഒരു ആർജവം ശരിക്കും കൈയടി അർഹിക്കുന്നത് തന്നെയാണ്. എന്നാൽ ഈ ഒരു പോരാട്ടം വെറും സർക്കാർ തലത്തിൽ മാത്രമല്ല ഒതുങ്ങി നിൽക്കുന്നത്. ഈ വലിയ ജനകീയ ദൗത്യത്തിന് പിന്തുണയുമായിട്ട് നമ്മുടെ സ്വന്തം സൂപ്പർ സ്റ്റാർ മോഹൻലാൽ കൂടി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. കേരള കൗമുദി റിപ്പോർട്ട് ചെയ്ത ഈ ഒരു വാർത്ത നിങ്ങൾ കണ്ടു നോക്കിയേ. എത്രയോ വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സാർ. ഇതിനെപ്പറ്റി തന്നെ അങ്ങനെയാണ് ശ്രമിക്കണം. വളരെയധികം നന്ദി പറയാം. ഒരുപാട് കുടുംബങ്ങളെ രക്ഷിക്കാം, സ്കൂൾ കുട്ടികളെ രക്ഷിക്കാം. നർക്കോട്ടിക് ബിസിനസ് വളരെ വലിയൊരു കഴിഞ്ഞ 1 വർഷമായിട്ട് ഞങ്ങൾ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ആയിട്ട് എന്റെ ഫാദറിന്റെ മകന്റെ പേരുള്ള വിശ്വശാന്തി ഫൗണ്ടേഷൻ ഒരുപാട് പ്രോജക്ട്സ് ചെയ്തു. നമുക്ക് തന്നെ ഒരു 10-14 കുട്ടികൾ ഞങ്ങളോട് തന്നെ വന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പറയാൻ പറ്റുന്നില്ല ഇൻട്രസ്റ്റ് വന്നു. അപ്പൊ അതിന്റെ ഒരു സ്പാർക്കാണ് സ്പാർക്ക് തൂഫാനായിട്ട് മാറി. ലഹരി മാഫിയകളുടെ വേരിറക്കാൻ ഇറങ്ങി തിരിച്ച ഈ സർക്കാരിനും മന്ത്രിസഭയ്ക്കും നേരിട്ട് വന്ന് നന്ദി അറിയിച്ചിരിക്കുകയാണ് അദ്ദേഹം. ഈ ഒരു പോരാട്ടത്തിൽ ഒരു തൂഫാൻ വാരിയറായിട്ട് മാറിക്കൊണ്ട് യുവതലമുറയെ രക്ഷിക്കാനുള്ള ഈ വലിയ ദൗത്യത്തിൽ താനും പങ്കാളിയാകുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്തായാലും കേരളത്തിലെ വലിയൊരു ജനവിഭാഗത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന ലാലേട്ടനെ പോലൊരു ജനപ്രിയ താരം കൂടി ഈ ഒരു ദൗത്യത്തിന്റെ ഭാഗമാകുമ്പോൾ ഓപ്പറേഷൻ തൂഫാൻ വെറും ഒരു പോലീസ് റെയ്ഡ് മാത്രമല്ല, കേരളം ഒന്നടങ്കം ഏറ്റെടുക്കുന്ന ഒരു വലിയ വിപ്ലവമായിട്ട് മാറുകയാണ്. ഇനി ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്ത ഈ ഒരു വാർത്താ സമ്മേളനം ഒന്ന് കണ്ടു നോക്കി. ഇന്നലെ പ്രശസ്ത ചലച്ചിത്ര താരം ശ്രീ മോഹൻലാൽ തൂഫാൻ വാരിയറായി ഇന്നലെ ചേർന്നിട്ടുണ്ട്. തൊടുപുഴയിൽ വെച്ച് ഇന്നലെ അദ്ദേഹം തൂഫാൻ വാരിയറായി ചേർന്നിട്ടുണ്ട്. തൂഫാൻ വാരിയറിൽ ഒരാളായി അദ്ദേഹം ചേർന്നിട്ടുണ്ട്. അദ്ദേഹം കുറേ കാലമായി ഈ ഡ്രഗ്സിനെതിരായിട്ടുള്ള ക്യാമ്പയിൻ നടത്തുന്നുണ്ട് എന്നോട് വിശ്വശാന്തി എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും പേര് ചേർത്ത വിശ്വശാന്തി എന്ന ഒരു പ്രോജക്റ്റ് 3 വർഷമായി അദ്ദേഹം നടത്തുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം ഞങ്ങളുടെ ഈ പ്രോജക്റ്റുമായി പരിപൂർണമായും സഹായിക്കാമെന്ന് ഇന്നലെ സമ്മതിച്ചിട്ടുണ്ട്. ഇന്നലെ ഞാനും കോർഡിനേറ്റർ ശ്രീ വിമല ആദിത്യയും അദ്ദേഹത്തെ കണ്ടിരുന്നു. അദ്ദേഹത്തിന് അതിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. അതുകൊണ്ട് ധാരാളം സിനിമാ നടന്മാരും അതോടൊപ്പം തന്നെ പ്രഗത്ഭരായ വ്യക്തികളും ഒക്കെ തൂഫാൻ വാരിയേഴ്സായി ചേർന്നു. ആഭ്യന്തരമന്ത്രി കൂടിയായ മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പരസ്യമായിട്ട് തന്നെയാണ് ഈ ഒരു ദൗത്യത്തിന് തന്റെയും പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പാർട്ടിയിലെ മുതിർന്നവരും യുവതലമുറയും ഒക്കെ ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടായിട്ട് ഈ ഒരു വലിയ വിപത്തിനെതിരെ പോരാടാൻ VD സതീശന് പിന്നിൽ അണിനിരക്കുന്നു എന്നത് തന്നെയാണ് ഈ ഒരു ഭരണകൂടത്തിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു ലഹരി വിരുദ്ധ പോരാട്ടത്തെ പ്രശംസിക്കുക മാത്രമല്ല കേട്ടോ അദ്ദേഹം ചെയ്യുന്നത്, ഈ ദൗത്യത്തിന്റെ മുൻനിരയിൽ നിന്ന് നേരിട്ട് ആജ്ഞാപിക്കുക കൂടിയാണ് അദ്ദേഹം ചെയ്യുന്നത്. റിപ്പോർട്ടർ TV പുറത്തുവിട്ട ഏറ്റവും പുതിയായിട്ടുള്ള വാർത്ത കണ്ടോ? ലഹരി മാഫിയകൾക്ക് നേരെ വിരൽ ചൂണ്ടി ആഭ്യന്തരമന്ത്രി നൽകുന്ന മുന്നറിയിപ്പ് കേട്ടാൽ ഏതൊരു ലഹരി കടത്തുകാരനും ഒന്ന് നടുങ്ങും. ആ പരിപാടി അങ്ങ് നിർത്തിക്കോ എന്നാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ കടുപ്പിച്ച് പറഞ്ഞത്. അല്ല, ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തെ നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയെ തടയാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആരോഗ്യ, എക്സൈസ്, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ ഈ ഡിപ്പാർട്ട്മെൻറ്റുകളെ കൂടി സംയോജിപ്പിച്ചുകൊണ്ടാണ് ഓപ്പറേഷൻ തൂഫാൻ നടപ്പാക്കുന്നത്. അത് ഒരു തരത്തിലും നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാണ്. എല്ലായിടത്തും പോലീസ് അതിസമർത്ഥമായി ഈ മയക്കുമരുന്നിൻ്റെ വ്യാപനത്തെ തടയാനുള്ള നടപടികൾ കൈക്കൊള്ളുകയാണ്.
ഞാൻ പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഒരാളുടെയും ശുപാർശകൾ ഈ കാര്യത്തിൽ കേൾക്കാൻ പാടില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അവരുടെ ഡ്യൂട്ടിയിൽ ഒരു ശേഷം വെള്ളം ചേർക്കാൻ പാടില്ല. അങ്ങനെ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചാൽ അവരുടെ പേരിൽ നടപടി ഉണ്ടാകും. രാഷ്ട്രീയ നേതാക്കന്മാരുടെയോ അല്ലാത്തവരുടെയോ ശുപാർശകൾ കേൾക്കാൻ പാടില്ല. കാരണം ഇത് കേരളീയ സമൂഹത്തിന് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ്. എന്നാൽ ഞാൻ കോഴിക്കോട് വെച്ച് പറഞ്ഞത് ആംബുലൻസ് രോഗിയില്ല, അതിങ്ങനെ ശബ്ദം മുഴക്കി പോവാണ്. പല ആംബുലൻസിലും ഇത് ഡ്രൈവർമാർ മയക്കുമരുന്ന് വിൽക്കാൻ അത് പ്രേരിപ്പിക്കുന്നതിനുള്ള പരാതി വന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് കൊണ്ടുവരുന്നവരുണ്ടല്ലോ, ആളുകൾ ഈ ജഗ്ഗി ഓൺലൈനിലൂടെ വിളിച്ച് പറഞ്ഞ ഫുഡ് കൊണ്ടുവരുന്നത്, അവരെ സ്വിഗ്ഗി സൊമാറ്റോ തുടങ്ങിയ സ്ഥാപനം, അവരെ പറ്റിയും പരാതി വരുന്നുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ളത് മുന്നറിയിപ്പാണ്, ഈ പരിപാടി അവസാനിപ്പിക്കണം. സൊമാറ്റോ അതോടൊപ്പം തന്നെ സ്വിഗ്ഗി, ഈ വലിയ പരാതികൾ ഉയർന്നു വരുന്നുണ്ട്. അവരാണ് ഇതിനെ പലയിടത്തും ഇത് കൊണ്ട കൊടുക്കുന്നത്. കാരണം അവരെ ആരും ചെക്ക് ചെയ്യാറില്ല, ഫുഡ് കൊണ്ടുപോകല്ലേ. അപ്പോൾ അവരോട് ഞാൻ പറയുന്നത്, നിങ്ങളിത് അവസാനിപ്പിക്കണം. വെറുതെ ആവശ്യമില്ലാതെ അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരേണ്ട നടപടി ഉണ്ടാകരുത്. ഇതുവരെ ചെയ്തൊക്കെ ചെയ്തു, ഇനി ഇത് അവസാനിപ്പിക്കണം. ഇത് ചെയ്താൽ അവരെ ഞങ്ങൾ പോലീസ് പരിശോധിക്കും, കർശന നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകും. 26-ാം തീയതി കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും ഓപ്പറേഷൻ തുഫാനുമായി ബന്ധപ്പെട്ട് MLA-മാരുടെ നേതൃത്വത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിന് പ്രതിജ്ഞ എടുക്കുകയും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്കൂളിൽ ഓരോ നിയോജക മണ്ഡലങ്ങളിലും അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനമാണെന്ന് ഈ ജൂൺ 26 അന്ന് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും പരിപാടി ഉണ്ടാവും. MP-മാർ പങ്കെടുക്കും. പഞ്ചായത്ത് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള എല്ലാവരെയും അതിൽ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ജനകീയ മുന്നേറ്റമായി ഓപ്പറേഷൻ തുഫാൻ മാറ്റാനാണ് ഉദ്ദേശിച്ചത്. ഓപ്പറേഷൻ തുഫാൻ മൂന്ന് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന്, ഓപ്പറേഷൻ സ്ട്രൈക്ക്, പോലീസ് കടന്നു ചെന്ന് അത് റെയ്ഡ് ചെയ്ത് പിടിക്കുക. ഇപ്പം ജനങ്ങൾ റെയ്ഡ് ചെയ്യുന്ന തുടങ്ങി, എല്ലായിടത്തും പഞ്ചായത്തുകൾ പോയി റെയ്ഡ് ചെയ്യുന്നു, നല്ല കാര്യമാണ്. പോലീസ് റെയ്ഡ് ചെയ്ത് ലഹരി ഉൽപ്പന്നങ്ങൾ പിടിക്കുന്നു, നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിക്കുന്നു, മയക്കുമരുന്ന് പിടിക്കുന്നു. ഇതുവരെ ഞങ്ങൾ കഴിഞ്ഞ 17 ദിവസമായി 15 കോടി രൂപയുടെ അടുത്ത സാധനങ്ങൾ പിടിച്ചിട്ടുണ്ട്. 15 കോടി രൂപ വില വരുന്ന ഈ മയക്കുമരുന്ന് സാധനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3000-ത്തിലധികം ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തേത് തുഫാൻ വാരിയേഴ്സ്, എല്ലാവരെയും വാരിയേഴ്സ് ആക്കുന്നു. അതിൻ്റെ ആദ്യത്തെ വാരിയേഴ്സ് മോഹൻലാലാണ്. ഇന്നലെ ഞാൻ കുറച്ച് മത നേതാക്കളെ കണ്ടവരെയൊക്കെ ഓപ്പറേഷൻ തുഫാൻ വാരിയേഴ്സ് ആക്കിയിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ SPC കുട്ടികളും തുഫാൻ വാരിയേഴ്സാണ്. ഇപ്പം ജനങ്ങളൊട്ടാകെ തുഫാൻ വാരിയേഴ്സായി മാറണം. പത്രപ്രവർത്തകരടക്കമുള്ളവർ തുഫാൻ വാരിയേഴ്സായിട്ട് മാറണം. ഇത് നിർത്തണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മാത്രമേ മതിയാവൂ. മൂന്നാമത്തേത് തുഫാൻ കെയർ. കാരണം ഇത് ഉപയോഗിച്ചു കാലാകാലങ്ങളിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് ഇത് നിർത്തുമ്പോഴുണ്ടാകുന്ന വിഡ്രോവൽ സിൻഡ്രം ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ വന്ന ആളുകളുണ്ട്. അവരെ ട്രീറ്റ് ചെയ്യാനുള്ള നടപടിയും ഞങ്ങൾ കൈക്കൊള്ളും. അങ്ങനെ 3 ഘട്ടമായിട്ടാണ് ഇത് ചെയ്യുന്നത്. 3 ഘടകങ്ങളാണ് ഇതിനകത്തുള്ളത്. ഓപ്പറേഷൻ തുഫാൻ ഒരു വൻപിച്ച വിജയമാണ്. കേരളത്തിലെ ജനങ്ങൾ ഇത് ഏറ്റെടുത്തിരിക്കുന്നു. ഇതിനകത്ത് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല. ഇത് ഭാവി തലമുറയെ രക്ഷിക്കാനുള്ള ആഭ്യന്തര വകുപ്പിന്റെ ഒരു വലിയ നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് ആഹാരം എത്തിക്കുന്ന സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള ഓൺലൈൻ ഫുഡ് ഡെലിവറി സംവിധാനങ്ങളും അതിന്റെ മറവില് ചിലര് മയക്കുമരുന്ന് കടത്താൻ ശ്രമിക്കുന്നുണ്ട്. കൃത്യമായിട്ടുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ആക്ഷൻ. ശരിക്കും ഇത് കേട്ടപ്പോ ഞാനും ഞെട്ടിപ്പോയി. നമ്മൾ ഒരിക്കലും ചിന്തിച്ചു കാണത്തില്ലല്ലേ ഇങ്ങനെ ഒരു ഡെലിവറി ബോയ്സിന്റെ വേഷം ക്യാമ്പസുകളിലും അതുപോലെ തെരുവുകളിലൊക്കെ ഇങ്ങനെ വിഷം കൊണ്ട് എത്തിക്കുന്നു എന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്തായാലും ആരും ഇനി രക്ഷപ്പെടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. നിയമത്തിന്റെ മലക്കണ്ണികൾ അത്രയും മൂർക്കിക്കൊണ്ട് തന്നെയാണ് കള്ളക്കടത്തുകാരുടെ സകല വഴികളും അടയ്ക്കാനാണ് ഈ ഒരു ഓപ്പറേഷൻ തൂഫാനിലൂടെ ആഭ്യന്തര മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ ഇത്രയും നേരം കണ്ട കാഴ്ചകൾ വെറും ഒരു രാഷ്ട്രീയ നാടകമല്ല. ഒരു വശത്ത് അക്ഷരമുറ്റത്തെ ആ പഴയ 4ാം ക്ലാസ്സുകാരന്റെ വികാര നിർഭരമായിട്ടുള്ള ഓർമ്മകളും, മറുപുറത്ത് നാളത്തെ കേരളത്തിന്റെ പുരോഗതി ലക്ഷ്യമിട്ടുള്ള ആർക്കിടെക്ചർ സെന്റർ ഓഫ് എക്സലൻസ് പോലുള്ള വമ്പൻ വികസന കാഴ്ചപ്പാടുകൾ. അതിനെല്ലാം അപ്പുറം നമ്മുടെ വരും തലമുറയെ കാർന്നു തിന്നുന്ന ലഹരി മാഫിയക്കെതിരെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ മുതൽ മുതിർന്ന നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല വരെ ഒരേ മനസ്സോടെ കൈകോർക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ. ആ പരിപാടി അങ്ങ് നിർത്തിക്കോ എന്ന് ലഹരി കടത്തുകാരോട് ആഭ്യന്തര മന്ത്രാലയം കടുപ്പിച്ചു പറയുമ്പോൾ അവിടെ തെളിയുന്നത് VD സതീശൻ എന്ന ഭരണാധികാരിയുടെ ശക്തമായിട്ടുള്ള ആർജവും രാഷ്ട്രീയ ഇച്ഛാശക്തിയുമാണ്. വെറുതെ പ്രസംഗിക്കുക മാത്രമല്ല, നാടിനെ കൃത്യമായ മാസ്റ്റർ പ്ലാനിങ്ങിലൂടെ മുന്നോട്ട് നയിക്കുക കൂടിയാണ് ഒരു മികച്ച ജനനായകന്റെ ദൗത്യം എന്ന് അദ്ദേഹം ഓരോ നീക്കത്തിലൂടെയും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ VD സതീശൻ എന്ന നേതാവിന്റെ ഈ ഒരു ഭരണശൈലിയെയും ലഹരിക്കെതിരെയായിട്ടുള്ള ഈ ഒരു വമ്പൻ പോരാട്ടങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നിങ്ങളുടെ കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്കും ഇത് ഷെയർ ചെയ്യുക. അതുപോലുള്ള കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ വിശകലനങ്ങളും വാർത്തകളും ഒട്ടും വൈകാതെ തന്നെ നിങ്ങളിലേക്ക് എത്താൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഒന്ന് വെക്കുക. മറ്റൊരു പവർഫുൾ ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.